പ്പെട്ട അക്കാഡമിഷ്യന്മാർ അവർ നൽകിയിട്ടുള്ള എക്സ്പെർട്ട് റിപ്പോർട്ടിന്റെ മുകളിൽ 5:3:2 വരുമ്പോ അത് എവിടുന്ന് വന്നു? ആ ചോദ്യത്തിന് ഗവൺമെന്റ് ഉത്തരം ഉണ്ടാകണം. SFIക്ക് ഉത്തരം ഉണ്ടാകണം. നിങ്ങളുടെ കൊടി പിടിക്കുന്ന പ്രവർത്തകന്മാരില്ലേ ഇതില്? അവരുടെ അനിയന്മാരില്ലേ ഇതില്? അവരുടെ അനിയത്തിമാരില്ലേ? ഗവൺമെന്റ് ന്യായീകരിച്ചാൽ മാത്രം മതിയോ? എന്റെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല, പത്രക്കാരെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല, താങ്കൾക്ക് ഉത്തരമില്ലെങ്കിൽ ഉത്തരമില്ല എന്നാണ് പറയേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, ഇവിടുത്തെ CBSE സിലബസിനെ രക്ഷപ്പെടുത്താനല്ല, കേരള സിലബസിലെ വിദ്യാർത്ഥികളോട് നമ്മൾ അനുകമ്പ കാണിക്കണ്ടേ എന്നാ ചോദിച്ചത്. അനുകമ്പ കാണിക്കണം. അതിന് 60:40 പറഞ്ഞില്ലേ? ഈ എക്സ്പെർട്ട് കമ്മിറ്റി തന്നെ പറഞ്ഞില്ലേ? അപ്പോ ഉത്തരം മുട്ടുമ്പോ അല്ലെങ്കിൽ പറയുമ്പോ ഉത്തരം ഇല്ലാതെ വരുമ്പോ പത്രക്കാരോട് നിങ്ങൾ കോടതിയാകണ്ട എന്ന് പറയുക, ഞങ്ങളോട് ഞങ്ങളുടെ മെക്കെട്ടുകാർ അങ്ങനെയല്ല. നമ്മൾ അക്കാഡമിക്കായ ചർച്ചയാണ് നടത്തുന്നതെങ്കിൽ വളരെ കൃത്യമാണ്. ഞങ്ങൾ ചോദിക്കുന്ന, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏറെ വൈകി ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? ശിവപ്രസാദ്, നിങ്ങൾ പറ, SFI പറ, ഈ കുട്ടികൾ എന്ത് ചെയ്യണം? ആർട്സ് ആൻഡ് സയൻസിലേക്ക് പോകണോ? അവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു. അവർ കുസാറ്റിലേക്ക് പോകണോ? അവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു. മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് പോകണോ? അവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു. ഇത് നഷ്ടപ്പെടുന്ന കുട്ടികൾ ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ ഈ നഷ്ടം വന്നിട്ടുള്ള കുട്ടികൾ അവരുടെ കുടുംബം ഒരു വർഷം കാത്തിരിക്കണം.